നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. 77 ശേഷമുള്ള മുഴുവൻ വനം കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. 6 മാസത്തിനകം കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകണം. ESIയിൽ വനം മാത്രം മതിയെന്ന നിലപാട് കേന്ദ്രം അംഗീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ സമവായ തീരുമാനം ഉടനെയെന്ന് ജാവദേക്കർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അടുത്തയാഴ്ച പ്രഖ്യാപിച്ചേക്കും. തിങ്കളാഴ്ച സർവകക്ഷി യോഗം. സർക്കാരുമായി അടുത്തയാഴ്ച കമ്മീഷൻ ചർച്ച നടത്തും. മണ്ഡലകാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലീസിന് വെല്ലുവിളിയെന്ന് രമേശ് ചെന്നിത്തല. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ KSUക്കാർ പ്രിൻസിപ്പലിനെയും പോലീസിനെയും കയ്യേറ്റം ചെയ്തു. BJPക്കാരെ അറസ്റ്റ് ചെയ്താൽ പോലീസിനെ കൈകാര്യം ചെയ്യുമെന്ന് VV രാജേഷിന്റെ ഭീഷണി. ഇതിനേക്കാൾ വലിയ CPM ഭക്തന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടിരുന്നിട്ടുണ്ട്. റിട്ടയർ ആയതിനു ശേഷം ഇന്ന് വരെ എഴുന്നേൽക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ അവർ കൂട്ടുപലിശയടക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജേഷിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. നാളത്തെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കണ്ണൂരിൽ കനത്ത സുരക്ഷ. ബാലഗോകുലത്തിന്റെയും ബാലസംഘത്തിന്റെയും ഘോഷയാത്രകൾക്ക് കർശന നിയന്ത്രണം. പോലീസ് നിഷ്പക്ഷത പാലിച്ചില്ലെങ്കിൽ ജനം രംഗത്തിറങ്ങുമെന്ന് വി മുരളീധരൻ. പാശ്ചാത്യ വികസന മാതൃകയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് RSS നിർദ്ദേശം. കശ്മീരിലെ ഭീകര പ്രവർത്തനം തടയാൻ നടപടി വേണം. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. വിശദമായി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കണ്ണൂരിൽ നാളെ നടക്കുന്ന ആഘോഷങ്ങൾക്ക് പോലീസിന്റെ കർശന നിയന്ത്രണം. ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്കും ബാലസംഘത്തിന്റെ ഘോഷയാത്രയ്ക്കുമാണ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആഘോഷത്തിന്റെ മറവിൽ RSS CPIM ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് പോലീസിന്റെ ഇടപെടൽ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സംസ്ഥാനത്തുടനീളം നടക്കുമ്പോഴും കണ്ണൂർ ജില്ലയിലെ ആഘോഷ പരിപാടികളെ തികഞ്ഞ ജാഗ്രതയോടെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. ജന്മാഷ്ടമിയെ RSS വർഗീയവൽക്കരിക്കുകയാണെന്ന CPMന്റെ ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ശോഭായാത്രയിൽ നിന്നും ഇടതു കുടുംബങ്ങളെയും കുട്ടികളെയും മാറ്റി നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ബാലസംഘത്തെ അണിനിർത്തുന്നതിലൂടെ CPMനുമുണ്ട്. ഓണം വാരാഘോഷത്തിന്റെ സമാപനം എന്ന നിലയിൽ നടത്തുന്ന ബാലസംഘം ഘോഷയാത്രയും ശോഭായാത്രയും തമ്മിൽ ഏറ്റുമുട്ടാതിരിക്കാനാണ് പോലീസ് ഇപ്പോൾ നിയന്ത്രണം ശക്തമാക്കിയത്. ഇതോടെ തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഇരിട്ടി, തളിപ്പറമ്പ് തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടക്കുന്ന ഘോഷയാത്രകൾ പോലീസ് ഇടപെട്ട് ക്രമീകരിക്കുകയായിരുന്നു. CIമാരുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരുടെ യോഗമാണ് ക്രമീകരണങ്ങൾ നടത്തിയത്. ആഘോഷ പരിപാടികൾ നടത്തുന്നതിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPMും RSS BJP നേതൃത്വവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു സംഘടന ഒഴിവാക്കുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡി ഇന്ന് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും. റിപ്പോർട്ടർ, കണ്ണൂർ. ഈ വിഷയത്തിൽ CPM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ, DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ, PS ശ്രീധരൻപിള്ള, BJP നേതാവ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ MV ജയരാജൻ, ശോഭായാത്രയിൽ നിന്ന് ബാലസംഘം ഘോഷയാത്ര വേറിട്ട് നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? ബാലസംഘം ഉൾപ്പെടെയുള്ള ബഹുജന സംഘടനകളും ക്ലബ്ബുകളും വായനശാലകളും സംഘടിപ്പിക്കുന്ന പരിപാടി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമല്ല. യഥാർത്ഥത്തിൽ ആഗസ്റ്റ് 25 ആരംഭിച്ച് സെപ്റ്റംബർ 5 വരെ തുടരുന്ന ഓണം, ചതയദിനം ഉൾപ്പെടെയുള്ള ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലൊന്നാണത്. ഈ പീരീഡിനിടയിലാണ് ഓണം കടന്നു വരുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണ നാം പുതുക്കുന്നത്, ചട്ടമ്പിസ്വാമികൾ ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാരുടെ ഓർമ്മകൾ വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ വർഷം മുതൽ വളരെ വ്യക്തമായി ആളുകൾക്ക് ബോധ്യമായി അത് RSSന്റെ ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. യഥാർത്ഥത്തിൽ ഭക്തിയെയും വിശ്വാസത്തെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓണം RSS ആഘോഷിക്കുന്നില്ല. ഓണം മനുഷ്യരെല്ലാം ഒരുപോലെ എന്ന ഒരു സന്ദേശം നൽകുന്നതാണ്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മലയാളികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒന്നാണ്. ശരി, ദയവായി തുടരുക ശ്രീ MV ജയരാജൻ. അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള, ഇപ്പോൾ ശ്രീ MV ജയരാജൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു തീർപ്പ് ലഭിക്കുകയല്ലേ? ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമല്ല നാളെ നടത്തുന്നത്, പകരം ബാലസംഘത്തിൻ്റെ ഓണാഘോഷ വാരാചരണ പരിപാടിയുടെ സമാപനമാണ്. നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു,
ബാലസംഘം ഓണാഘോഷ വാരാചരണ പരിപാടിയുടെ സമാപന സമ്മേളനം കണ്ണൂരിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആഘോഷിക്കുന്നു. അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകുന്നത്? അല്ല, ഈ പ്രകോപനമുണ്ടാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരോട് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ആവശ്യമില്ലാത്ത സംഘർഷത്തിൽ ഈ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളല്ല നടത്തേണ്ടത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഏതാണ്ട് അടിയന്തരാവസ്ഥ എനിക്ക് ബാലഗോകുലം തുടങ്ങിയ കൊല്ലം ഞാൻ ലോ കോളേജ് വിദ്യാർത്ഥിയാണ്, എനിക്കറിയാമത്. ബാലഗോകുലം 4 പതിറ്റാണ്ടുകളായി ഇത് ആഘോഷിച്ചു വരുന്നു. 78 വരെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഇതിന് കേരളത്തിൽ പൊതു അവധി ഉണ്ടായിരുന്നില്ല. ആ പൊതു അവധി നൽകി ഇടതുപക്ഷ സർക്കാരും എല്ലാം തുടർന്ന് അങ്ങനെ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇത് നടത്തുന്നുണ്ട്. ഇതിലെല്ലാവരും പങ്കെടുക്കാറുണ്ട്. അത് ശരിയാണ്, ഞങ്ങളോടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരുടെ മുൻകൈ അതിലുണ്ട്. പക്ഷേ അതിൻ്റെ കമ്മിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ BJPക്കാരോ RSകാരോ ഒന്നും മാത്രമൊന്നുമല്ല, മറ്റുള്ള ആളുകളെല്ലാം നടക്കുന്നത്. ഇത് എവിടെയെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ CPM ഒരു സംഘർഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആ നിലയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് അവരോട് സംഘർഷം ഉണ്ടാകേണ്ട സാഹചര്യമില്ല. ശ്രീകൃഷ്ണ ജയന്തി CPM ആചരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ മാത്രമേ അതിൽ സംഘർഷത്തിനുള്ള സാധ്യത കാണാനെങ്കിലും സാധിക്കൂ. ഇത് ശ്രീകൃഷ്ണ ജയന്തിയുമായി ഒരു വ്യത്യാസവുമില്ല. 2 പൊതുപരിപാടികൾ ഒരേ ദിവസം RSSും CPMഉം സംഘടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതേ ഇപ്പോൾ പറഞ്ഞത് തന്നെ പറഞ്ഞല്ലോ, RSSകാരുടേതാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം കൊണ്ട് ബോധ്യപ്പെട്ട് വെളിപാടുണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വെളിപാട് ഇവിടുന്നുണ്ടായെന്ന് എനിക്കല്ല, RSകാരാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഈ നിലപാട് ശരിയല്ല. നിങ്ങൾക്ക് ഒന്നാം സ്ഥാനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം, ശരിയാണ്. ബാക്കി ഇവിടെ ഇന്ത്യയിൽ എവിടെ ഇപ്പം അങ്ങനെയില്ല. പക്ഷേ എവിടെയും ഞങ്ങളുടെ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതായിട്ട് ചെയ്തായിട്ട് പറയാം. അപ്പോൾ ഇത് കരുതിക്കൂട്ടി പ്രകോപനം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ശ്രീനാരായണ ജയന്തി മറ്റുള്ള ഓണാഘോഷമൊക്കെ വരുന്നല്ലോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഗതികേട് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ മിസ്റ്റർ ജയരാജൻ SNDPക്കാരൻ വന്നിട്ട് തളിപ്പറമ്പിൽ റീത്ത് വെച്ചു, ശവത്തിൽ അവരെ അടിച്ചില്ലേ? മട്ടന്നൂരിൽ NSS റീത്ത് വെച്ചു, അടിച്ചില്ലേ? സാമുദായിക സംഘടനകളോട് ഞങ്ങൾ ഒരു തലയ്ക്കുമില്ല ഈ ഇത്തരം കാര്യങ്ങളോട്. മാത്രമല്ല ജയരാജൻ ഒരു കാര്യം കൂടെ ആലോചിക്കുക, നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാസ്സാക്കിയ പ്രമേയം തെറ്റിതിരുത്തൽ പ്രമേയമില്ലേ? അത് തെറ്റിതിരുത്തൽ പ്രമേയം കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിലേതും ഇവിടെ വെച്ച് ആവർത്തിച്ചു കോഴിക്കോട്ടേത്, വിശാഖപട്ടണത്തും എനിക്കറിയില്ല. ഏതായാലും അതിലെന്താ തെറ്റിതിരുത്തേണ്ടത്? ജാതി മത ചിന്തകളോട് ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. 5 കാര്യങ്ങളുണ്ട്, ഞാൻ അതെല്ലാം വിശദീകരിക്കുന്നില്ല. അതിലൊന്ന് ഈശ്വര ആരാധനക്രമത്തോട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒളിവും മറവും വെച്ചോ ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് കടക്കുകയല്ലേ? ശരിയായ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാതെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഗണേശോത്സവം നിങ്ങൾ സംഘടിപ്പിച്ചില്ലേ കഴിഞ്ഞ തവണ? അതുപോലെ തന്നെ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയിൽ തന്നെ RSSൽ നിന്ന് CPMൽ കുടിയേറിയവർ ഒരു പരിധിവരെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടത്തിയില്ലേ? അപ്പോൾ കുറച്ച് ഒളിവും മറവും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാലഗോകുലം എന്താണോ ചെയ്യുന്നത് അതിലേക്കാണ് ബാലസംഘം പോകാൻ പോകുന്നത്. അതിൽ ഒരു വസ്തുതയില്ല. യഥാർത്ഥത്തിൽ ഓണാഘോഷ പരിപാടികൾ 25-ന് ആരംഭിച്ച് സെപ്റ്റംബർ 5 വരെ നീളുന്ന പരിപാടിയാണ്. തൃശ്ശൂരിൽ പുലിക്കളി 2 നാൾ മുമ്പായിരുന്നു. തിരുവനന്തപുരത്ത് ഓണാഘോഷ സമാപന സാംസ്കാരിക ജാഥ 3 നാൾ മുമ്പായിരുന്നു. ഇങ്ങനെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇത് കുറേ കൊല്ലമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു 4 പതിറ്റാണ്ടാണ്. ഓണാഘോഷ അടിയന്തരാവസ്ഥക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഇത്തരത്തിലുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യരെല്ലാം ഒരുപോലെ വേണം, അതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നാവണം. MP ജയരാജൻ, എന്ത് സന്ദേശമാണ് ഈ ഓണം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ നിങ്ങൾ ഒരു പുതിയ സന്ദേശം നൽകാൻ പോകുന്നത്? എന്താണ്? അതെ, ആ സന്ദേശമാണ് ഇന്നിപ്പോ ശ്രീ CP നായർ മാതൃഭൂമി പത്രത്തിലൂടെ നൽകിയ സന്ദേശം. ചട്ടമ്പിസ്വാമികളുടെ നവോത്ഥാന നായകന്മാരിൽ ഒരാളുടെ സന്ദേശം. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള ഉച്ചനീചത്വങ്ങൾ ഇന്നും തുടരുന്ന ലോകത്ത് ചട്ടമ്പിസ്വാമികളുടെ പ്രസക്തി ഏറി വരികയാണ്. ഇതുപോലെയുള്ള പുരോഗമന ചിന്തകൾ, മതമേതായാൽ മനുഷ്യൻ നന്നായാൽ മതി. യഥാർത്ഥത്തിൽ RSS ഉയർത്തുന്നത് ഹിന്ദു രാഷ്ട്രം മാത്രം സൃഷ്ടിക്കുക, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുക,
ഇപ്പം ഞാൻ കഴിഞ്ഞ ശ്രീകൃഷ്ണ ഘോഷയാത്രയിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ടർ TV ഇത് കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ധാരണ. അതിലെ CD ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ കേൾപ്പിക്കാൻ നിർവാഹമില്ല. അന്ന് നിങ്ങൾ കൊടുത്തു. അന്ന് ശ്രീകൃഷ്ണ ഘോഷയാത്രയിൽ മുഴങ്ങിയ മുദ്രാവാക്യം ജയ് ജയ് RSS എന്ന് മാത്രമല്ല, ഒറ്റക്കയ്യ ജയരാജ നിന്നെ കൊന്ന് കാളിപൂജ നടത്തും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്, RSSന്റെ പരിപാടിയാണ്. എന്നാൽ ഞങ്ങൾ നടത്തുന്ന പരിപാടി CP നായർ ഉൾപ്പെടെയുള്ള പുരോഗമന ചിന്ത ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ മുമ്പാകെ നവോത്ഥാന മൂല്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ സന്ദേശം എത്തിക്കാനാണ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, എനിക്ക് രണ്ട് അതിഥികൾ കൂടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അതിലേക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. പക്ഷേ ശ്രീ MV ജയരാജൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. കഴിഞ്ഞ ശോഭയാത്ര നിങ്ങൾ ഈ മതപരമായ ചടങ്ങുകൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി അപ്പോൾ സ്വാഭാവികമായുള്ള ഒരു പോംവഴി എന്ന നിലയിലായിരിക്കണം അന്നത്തെ ദിവസം ബാലഗോകുലം ഘോഷയാത്ര നടത്തുന്ന ദിവസം മറ്റെന്തെങ്കിലും പരിപാടി തങ്ങളുടെ കുട്ടികളുടെ സംഘടനയെ കൊണ്ട് നടത്തിക്കണം എന്ന നിലയിലേക്ക് CPM മാറിയത്. അത് നമുക്കവിടെ നിർത്താം. ഇവിടെ ശ്രീ MV ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ വർഷം ബാലഗോകുല യാത്രയിൽ മുഴുവൻ ഉയർന്നു കേട്ടത് CPM വിരുദ്ധ മുദ്രാവാക്യങ്ങളായിരുന്നു. മതത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റായ ദിശയിലേക്കാണ്. സ്വാഭാവികമായും അതിന് മറുപടി ഉണ്ടാകും. നികേഷ്, നിങ്ങളുടെ ചാനൽ അന്നും ഉണ്ടല്ലോ, താങ്കൾ ഇവിടുത്തെ ഏറ്റവും സീനിയറായ ഒരു ജേർണലിസ്റ്റ് ആണല്ലോ. എവിടെങ്കിലും ഞങ്ങളുടെ അങ്ങനെ മുദ്രാവാക്യമുണ്ടെങ്കിൽ ജയരാജനല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഇതാ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു, ജയ് ജയ് RSS അല്ലെ മാർക്സിസ്റ്റ് പാർട്ടി മുർദാബാദ് വിളിച്ചു എന്ന് എവിടെ ജയരാജൻ CDക്ക് എന്താ പഞ്ഞം? CD ഇതൊന്നും ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അതിനുള്ള പോംവഴി എന്താ? നിയമവ്യവസ്ഥ എന്താ പോംവഴി? അതിന് പരാതി കൊടുക്കുക, നടപടികൾ സ്വീകരിക്കുക. അതിന് പകരം ഈ നിലയ്ക്കുള്ള ഇതിനെ ഞങ്ങൾ അപ്പൊ അതിനർത്ഥം വളരെ വ്യക്തമായില്ലേ? ഇതിനെ ഞങ്ങൾ നേരിടാനായിട്ട് ബദൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് ശരിയാണോ ജയരാജ? നമ്മൾ എവിടെ എത്തും? ഉപ്പുവെച്ച കലം പോലെ 3% എത്തിയില്ലേ? ഒരു കാലത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ കക്ഷിയാ. എവിടെ ഉണ്ട് ഇപ്പൊ കേരളത്തിലല്ലാതെ? അതുകൊണ്ട് ഇത് നിങ്ങളെ തകർക്കും, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ ജനാധിപത്യം രാഷ്ട്രം പറഞ്ഞല്ലോ. അത് ഹിന്ദു രാഷ്ട്രം പറഞ്ഞല്ലോ. ഈ ഞങ്ങളുടെ അടിസ്ഥാന തോട്ട് എന്താണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആ തോട്ട് നിങ്ങൾക്ക് അറിയാത്തല്ലോ. ഞങ്ങള് ഇതിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക സംഘത്തും അതേ സമയത്ത് മതഭരണകൂടം കൺട്രി എന്ന് പറഞ്ഞ പ്രസ്ഥാനം സ്ഥാപിച്ച ആളിന്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആശയപരമായ കാര്യങ്ങൾ ശ്രീ PS ശ്രീധരൻപിള്ള, ഇപ്പോൾ ശ്രീ MV ജയരാജൻ പറഞ്ഞത് നിങ്ങൾക്ക് മറുപടി തരിക എന്നുള്ളത് തന്നെയാണ് ബാലസംഘത്തിന്റെ നാളത്തെ ഘോഷയാത്രയുടെ ലക്ഷ്യമെന്നാണ്. കഴിഞ്ഞ തവണ നിങ്ങൾ P ജയരാജനെ ഒറ്റക്കയ്യ ജയരാജ സൂക്ഷിച്ചോ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ ബാലസംഘം വിളിക്കാൻ പോകുന്ന മുദ്രാവാക്യം RSS നേതാക്കൾക്കെതിരെയായിരിക്കും, RSSനെതിരെ തന്നെയായിരിക്കും. അതിലൊന്നും സംശയമുണ്ടാകില്ല. അതാണ് ശ്രീ MV ജയരാജൻ ശ്രീ PS ശ്രീധരൻപിള്ള പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 10-40 വർഷമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയിൽ നിങ്ങൾ കൂടി പങ്കെടുത്ത് പ്രകോപനം ഉണ്ടാക്കണോ എന്ന് ശ്രീ MV ജയരാജൻ. ഇല്ല, ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കുന്നില്ല. ഇവിടെ SP-യുമായും ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചു. എന്നിട്ട് CI ലെവലിലെ ഇരു വിഭാഗത്തിൻ്റെയും ജാഥകൾ നടത്തുന്ന പ്രദേശങ്ങൾ പോലീസ് യഥാർത്ഥത്തിൽ നിശ്ചിത സമയങ്ങളിലായി നിശ്ചിത ദൂരങ്ങളിലായി ഒരേ രണ്ടു കൂട്ടരുടെയും ജാഥ ഒരേ സ്ഥലത്ത് വരാത്ത വിധത്തിൽ ക്രമീകരിച്ചു കഴിഞ്ഞു. ഒരു സംഘർഷവും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് രാജേഷ് അടക്കമുള്ളവരുടെ പ്രസംഗം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് പോലീസിന് ഭീഷണിയാണ്. പോലീസ് ഇപ്പം ചെയ്തത് ക്രമീകരണമാണ്. കണ്ണൂർ ജില്ലയിൽ ഇരു വിഭാഗത്തിൽപ്പെട്ടവരുമായി യോജിച്ചൊരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് RSSന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് രാജേഷ് പറഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നേ ഉള്ളൂ, നവോത്ഥാന മൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം. സമത്വ സുന്ദരമായ ഒരു മലയാള നാട്, ഇതാണ് ഞങ്ങൾ കാണുന്നത്. RSS ഹിന്ദു രാഷ്ട്ര നിർമ്മാണമാണ്. മറ്റ് ജാതി മറ്റു മതം അതൊന്നും ഇവിടെ പറ്റൂല എന്നാണ് RSSന്റെ പ്രത്യയശാസ്ത്രം. MV ജയരാജൻ, ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത CPIM അംഗീകരിക്കുന്നുണ്ടോ? ശ്രീകൃഷ്ണൻ്റെ ജനനം,
അത് ഇന്നേ ദിവസമാണ് എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നാളെ എന്തായാലും ഈ ഘോഷയാത്ര സമാപിക്കുന്ന ദിവസം ശ്രീകൃഷ്ണ ജയന്തി ദിവസമായതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ രൂപങ്ങളിൽ ആ ഘോഷയാത്രയിൽ ഒരുപക്ഷെ വേഷധാരികൾ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ആവശ്യമല്ലേ? ശ്രീകൃഷ്ണൻ്റെ ജയന്തി, ശ്രീകൃഷ്ണൻ്റെ ജനനം, ശ്രീകൃഷ്ണൻ്റെ ജീവിതം തുടങ്ങിയ കാര്യങ്ങളിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനൊരു ഭൗതികവാദ ജീവിതം നയിക്കുന്നയാളാണ്. യഥാർത്ഥത്തിൽ എൻ്റെ വലതുഭാഗത്തുള്ള സുരേന്ദ്രൻ ഒരു വിശ്വാസിയാണ്. സുരേന്ദ്രൻ എന്ന കോൺഗ്രസ്സുകാരൻ ഇനി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പോലും സുരേന്ദ്രന് വിശ്വാസമുണ്ടെങ്കിൽ അത് മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പോകുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. കാരണം സുരേന്ദ്രന്റെ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഒരു വീക്ഷണം കമ്മ്യൂണിസ്റ്റുകാരനായി എനിക്കുണ്ട്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, സുരേന്ദ്രൻ ആ വിശ്വാസത്തെ സുരേന്ദ്രന്റെ കാര്യമല്ല ശ്രീ എം വി ജയരാജൻ ചോദിച്ചത്. ഞാൻ എം വി ജയരാജൻ എന്നയാളോടാണ് ചോദിച്ചത്. രണ്ട് ചോദ്യങ്ങളായിരുന്നു. ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നയാളാണോ? അദ്ദേഹത്തിന്റെ ജയന്തി ആഘോഷിക്കേണ്ടതുണ്ടോ? അത് ഞാൻ പറഞ്ഞു. ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, ഞാനൊരു ഭൗതികവാദിയാണ്, സുരേന്ദ്ര വിശ്വാസിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള വിശ്വാസികളുടെ കാഴ്ചപ്പാടുണ്ട്, അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഭക്തിയെ, വിശ്വാസത്തെ അത് വ്യക്തിപരമായി ഓരോ മനുഷ്യന്റെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടേക്കണം. ഇവിടെ RSS ശ്രീകൃഷ്ണനെ RSSന്റെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ഇത് തെറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 1931 ഗുരുവായൂർ ക്ഷേത്രത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പന്റെ കൂടെ അന്ന് നിരാകാരം അനുഷ്ഠിക്കാൻ AKG കൃഷ്ണപ്പള്ളിയാണ് പിൽക്കാല കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അവർക്കറിയാം കേളപ്പൻ നിരാകാരം അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ കൂടെ പാവപ്പെട്ടവർക്ക് കൃഷ്ണ ഭഗവാനെ തൊടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക തങ്ങളുടെ ജോലിയാണ്. നേരിട്ടുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും ശ്രീ എം വി ജയരാജൻ മറുപടി പറയുന്നു. ഇവിടെ രാഷ്ട്രീയമായ ആശയക്കുഴപ്പം CPM-നെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനിപ്പോൾ അധികം ദൂരേക്കൊന്നും പോകണ്ട. ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുന്ന ആളാണ്, ശിവരാത്രിക്ക് പോകുന്ന ആളാണ്. അടുത്ത് നമ്മുടെ EMS നമ്പൂരിപ്പാടിൻ്റെ മകൻ ശ്രീധരൻ നമ്പൂരിയുടെ ഭാര്യ വീട്ടുകാർ നടത്തുന്ന ക്ഷേത്രത്തിൽ, ആവണങ്കോട് ക്ഷേത്രത്തിൽ കുട്ടികളെ എഴുത്തിനെഴുതാൻ പോകുന്ന ആളാണ്. അതൊന്നും എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. എൻ്റെ പാർട്ടിക്കാർ വിലക്കിയിട്ടില്ല. അങ്ങനെ വിലക്കേണ്ട കാര്യവുമില്ല. CPM-കാർക്കും ഇതിലൊക്കെ പങ്കെടുക്കാം. CPM-കാർക്ക് പറ്റിയ തെറ്റെന്ന് വെച്ചാൽ അവർ ഇത്ര നാൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. ഇപ്പോൾ അവർക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഇത് RSS-കാരുടെ തറവാട്ട് വകയൊന്നുമല്ല ശ്രീകൃഷ്ണ ജയന്തിയും അങ്ങനെ ആകാൻ പാടില്ല. കഴിഞ്ഞ തവണ ഇതേ ജയരാജൻ തന്നെ ഇതേ ചാനലിൽ പങ്കെടുത്ത് പറഞ്ഞ കാര്യം നികേഷ് ഒന്ന് എടുത്തു വെച്ച് നോക്ക്. ഞാനും ജയരാജനും പങ്കെടുത്തേ ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒരേ അഭിപ്രായമാണ്. അതായത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് RSS-കാരുടെയോ ബാലഗോകുലക്കാരുടെയോ തറവാട്ട് സ്വത്തല്ല, കമ്മ്യൂണിസ്റ്റുകാർക്കും തുല്യ നിലയിൽ അവകാശപ്പെട്ടാണ്. അതിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവിടെ പങ്കെടുക്കുകയോ അതിലിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി CPM-ന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയാലും തെറ്റൊന്നുമില്ല. അതിലെന്താ തെറ്റുള്ള? ഒരു തെറ്റുമില്ല. തൃശ്ശൂർ പൂരത്തിന് പോകുന്നതിന് വല്ല തടസ്സമുണ്ടോ? ആലുവ ശിവരാത്രിക്ക് പോകുന്നതിന് വല്ല തടസ്സമുണ്ടോ? ശ്രീകൃഷ്ണ ജയന്തിയിൽ CPM-കാർ പങ്കെടുത്ത് എന്താ തകരാറ് വരുമ്പോൾ ആകാശം ഇടിഞ്ഞു ഒളിഞ്ഞു വീഴുമോ? ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, വർഗീയവൽക്കരണം സംബന്ധിച്ച് CPM വലിയ തോതിൽ പ്രചരണം നടക്കുന്ന ഈ വർഗീയ സംഘടനകൾ നടത്തുന്ന അതേ രീതിയിലുള്ള ഘോഷയാത്രകൾ CPM സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അവരിൽ ആശയക്കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് വന്നത്. അതാണ് പ്രശ്നം. അതിനെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തതയില്ല. പാലക്കാട് മറ്റേ പ്രത്യേക സമ്മേളനം നടത്തി, കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൽ പല തീരുമാനങ്ങളും എടുത്തു. ഞാൻ വേറൊരു ഉദാഹരണം പറയും. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെ മാർക്സിസ്റ്റ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചു. എൻ്റെ ഒരു ബന്ധു കൂടിയാണ് പുള്ളി. ഞാൻ പോയി. കല്യാണം ആലുവ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തോട് അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്ന താലികെട്ട് അമ്പലത്തിലായിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇയാൾ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് കല്യാണം കഴിക്കുന്നത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ ഏതോ മേൽ കമ്മിറ്റിയിൽ നിന്ന് തീട്ടൂരം കൊണ്ടതും അങ്ങനെ സ്പെഷ്യൽ മാരേജ്. അപ്പോൾ എനിക്ക് വലിയ ബഹുമാനം തോന്നി, ഒരു സഖാവ് സ്പെഷ്യൽ മാരേജ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അവിടെ ചെന്നപ്പോഴല്ലേ തമാശ. സ്പെഷ്യൽ മാരേജ് ഉണ്ട്, പക്ഷേ പാർട്ടിയുടെ പ്രത്യേക അനുമതി വാങ്ങിച്ചിട്ട് അദ്ദേഹം അമ്പലത്തിൽ വെച്ച് താലി കെട്ടുക. ഇതങ്ങനെയുണ്ട്. പ്രത്യേക അനുമതി മേടിച്ച് അമ്പലത്തിൽ താലി കെട്ടുകയും അത് കഴിഞ്ഞ് സ്പെഷ്യൽ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ട് എവിടെയെങ്കിലും കിടണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ആദ്യമായിട്ട് അവസാനമായിട്ട് അവിടെ കണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, വേണമെങ്കിൽ പേര് പറയാം, ജയരാജൻ സഖാവേ. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നടന്ന കാര്യമാണ്. ആലുവയിൽ എൻ്റെ പിടിക്കുന്ന ദേശം ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി, അദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്. നോക്ക് ശ്രീ എം വി ജയരാജൻ, വലിയ തോതിലുള്ള ആശയക്കുഴപ്പം നേരിടുന്നുണ്ടോ നിങ്ങൾ? രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ ഏത് പിടിക്കണം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത കുറവ്.
ഒരു വ്യക്തത കുറവുമില്ല. ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ അദ്ദേഹം CPIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ശ്രീകൃഷ്ണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് പങ്കെടുക്കാം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പങ്കെടുക്കുന്നതിലല്ല കുഴപ്പം. ശ്രീ ജയശങ്കർ ആ ജാതിയിൽ പങ്കെടുത്ത് RSS സിന്ദാബാദ് എന്ന് വിളിക്കാൻ പാടില്ല. എന്നിട്ട് ആ ജാതിയിൽ പങ്കെടുത്ത് പൂജക്ക് വേണ്ടി കൊല്ലൂന്ന് പറയാൻ പാടില്ല. ഞങ്ങൾ ഇതേ ഉള്ളൂ, ഇത് CD-യിൽ ഉള്ളതാണ് എന്നാണ് ജയശങ്കർ പറഞ്ഞതുമാണ്. ദയവായി തുടരുക. ശ്രീ കെ സുരേന്ദ്രൻ, ബാലഗോകുലത്തിന്റെ ഘോഷയാത്രയിൽ ഒറ്റക്കയ്യ ജയരാജ നിന്നെ പിന്നെ കണ്ടോളാം എന്ന മുദ്രാവാക്യം വരും. നാളെ ബാലസംഘത്തിന്റെ ഘോഷയാത്രയിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ന് വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങളിലെ മുദ്രാവാക്യങ്ങൾ അത് കംസനെതിരെയാണ്. കംസനെ കംസ നിന്നെ പിന്നെ കണ്ടോളാമെന്നാണ്. അപ്പോൾ അത് ഒരുപക്ഷെ തമാശയായിരിക്കാം. എങ്കിൽ പോലും ഇത്തരം മുദ്രാവാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ കണ്ണൂർ രാഷ്ട്രീയം നാളെ ഒരു പ്രത്യേക തലത്തിലേക്ക് നീങ്ങാൻ പോവുകയാണോ? ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകളും ഒരു കാര്യം സമ്മതിക്കും. RSSും BJPയും CPMും ചേർന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ്. അവർക്ക് ദൈവങ്ങളിലുള്ള വിശ്വാസത്തെ എന്തുമാത്രം ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉപകരിക്കാൻ സാധിക്കുമോ എന്ന പരീക്ഷണത്തിലാണ് ഇവർ രണ്ടുപേരും. ഇവിടെ നാളെ മുദ്രാവാക്യം വിളിക്കുമോ എന്ന നികേഷിന്റെ ചോദ്യത്തിന് എനിക്ക് യാതൊരു സംശയവുമില്ല. CPMന്റെ നാളത്തെ ഘോഷയാത്രക്കകത്ത് RSSനെയും BJPക്കെതിരെയും രൂക്ഷമായ മുദ്രാവാക്യമുണ്ടാകും. ഒരുപക്ഷെ ജയരാജൻ തടഞ്ഞാൽ പോലും അത് നടക്കില്ല. അണികളിൽ നിന്ന് അത് ഉണ്ടാകും. എന്തുകൊണ്ടാണ്? നേരത്തെ അതേ രീതിയിൽ തന്നെ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. കുറേ കാലമായി ബാലഗോകുലത്തിന്റെ പേരിലുള്ള ഘോഷയാത്ര പരിപാടി കണ്ണൂരിൽ വളരെ വർണ്ണശബളമായ രീതിയിൽ നടക്കാറുണ്ട്. പക്ഷെ പിന്നീട് കാലക്രമേണ അതെല്ലാം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് BJPയുടെ RSSന്റെ ഒരു പ്രത്യേക പരിപാടിയാക്കി കണ്ണൂരിൽ നടന്നു വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദൈവങ്ങളുടെ ജന്മദിനം ഏറ്റെടുക്കുന്നത്? അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരിലെ നിരവധി ആളുകൾ RSSനും BJPക്കും ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നതല്ലേ, അതിൻ്റെ പേരിൽ പ്രകടനം നടത്തുന്നതല്ലേ, അതിൻ്റെ പേരിൽ ഘോഷയാത്ര നടത്തുന്നതല്ലേ നല്ലത്? മനുഷ്യന്റെ വിശ്വാസത്തെ, ഈശ്വര വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ചൂഷണം ചെയ്യുന്ന ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു പ്രധാന വിഷയം. നാളെ ഉണ്ടാകുന്ന വിഷയത്തെ സംബന്ധിച്ച് പോലീസ് പറ്റാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ജയരാജൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പോലീസിന്റെ ക്രമീകരണങ്ങൾ ഇതേ രീതിയിലൊക്കെ വേണ്ടി വന്നത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ്. ശരി, പോലീസ് വലിയ തോതിലുള്ള സംരക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് ശ്രീ എം വി ജയരാജൻ. അതിന്റെ രസം കളയാതിരിക്കാൻ വേണ്ടി മാത്രമായി ഒരുപക്ഷെ തമാശയായിരിക്കാം എങ്കിൽ പോലും ആ മുദ്രാവാക്യങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്, സഖാവ് കൃഷ്ണൻ സിന്ദാബാദ്, വെണ്ണക്കണ്ണൻ സിന്ദാബാദ്, വിഷ്ണു സഖാവിൻ അവതാരം, പാവങ്ങളുടെ തേരാളി, ഉണ്ണിക്കണ്ണൻ സിന്ദാബാദ്, കംസ കംസ മൂരാച്ചി, നിന്നെ പിന്നെ കണ്ടോളാമെന്നാണ്. ഇത് തമാശയാണ് എങ്കിൽ പോലും ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് വലിയ തോതിലുള്ള RSS വിരുദ്ധ മുദ്രാവാക്യം ഉണ്ടാകാനിടയുണ്ട്, വലിയ തോതിൽ BJP നേതാക്കളെ അപഹസിച്ച് മുദ്രാവാക്യം ഉയരാനിടയുണ്ട് എന്നാണ്. അതാണ് ശ്രീ PS ശ്രീധരൻപിള്ള പറയുന്നത് ഞങ്ങൾക്കത് പ്രകോപനപരമാണ് എന്ന്. വി മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് മുമ്പാണ്, 9 മണിക്ക് ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, ഇതില് ഞങ്ങള് RSSും BJPയും സ്വീകരിക്കുന്ന സാമുദായിക ധ്രുവീകരണ നടപടിക്കെതിരായിട്ടുള്ള പരസ്യമായ ആശയപ്രചരണവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രചാരവേലയും നടത്തും. അതിലൊരു തർക്കവും. അത് ഏതെങ്കിലും ഒരു വ്യക്തിവിരോധമോ അക്രമത്തിൻ്റെയോ രീതിയല്ല. RSS ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണ പ്രവർത്തനമുണ്ട്. അത് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുറന്നു കാട്ടാൻ നവോത്ഥാന നേതാക്കന്മാരായ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും
ഉൾപ്പെടെയുള്ള സ്മരണ പുതുക്കിക്കൊണ്ടുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്. ശരി, ശ്രീ എം പി ജയരാജൻ, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ശ്രീനാരായണ ഗുരുവിനെ, വിവേകാനന്ദനെ ഒക്കെ നിങ്ങൾ അംഗീകരിക്കുകയും അതിന്റെ പിന്നാലെ പോകുന്നതിനൊക്കെയൊന്നും ആർക്കും എതിർപ്പില്ല. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ CPM-ന് സൈദ്ധാന്തികമായി അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? RSS-ഉമായി, ബാലഗോകുലവുമായി CPM-ഓ അല്ലെങ്കിൽ ബാലസംഘമോ ഈ വിഷയത്തിൽ മത്സരിക്കാൻ പാടുണ്ടോ? ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കുന്നതിലോ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക വശങ്ങൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതിലോ ഒന്നും തന്നെയും ഒരെതിർപ്പും ആരും പറയില്ല. പക്ഷെ അതുപോലെയാണോ ശ്രീകൃഷ്ണ ജയന്തി? അതുപോലെയാണോ ഗണേശോത്സവം? ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമല്ല നടക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ മറവിൽ RSS നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ തുറന്നുകാട്ടുന്ന വിധത്തിൽ ഓണാഘോഷം വർഗീയതക്കെതിരായി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞിരിക്കുന്നു ശ്രീ എം. ജയരാജൻ. അത് ഇനി ആവർത്തിച്ച് പറയണമെന്നില്ല. ശ്രീ പി. എസ്. ശ്രീധരൻപിള്ള വ്യക്തമാണ്. മുദ്രാവാക്യം വിളി കഴിഞ്ഞ തവണ P. ജയരാജനെതിരെയായിരുന്നു, അതുപോലെ തന്നെ CPM-നെതിരെയായിരുന്നു. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിന് പകരം മുദ്രാവാക്യം വിളിക്കുക എന്നുള്ള നിലയിൽ മാത്രമല്ല, CPM കുടുംബങ്ങളിൽ നിന്നുള്ള, ഇപ്പം ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചല്ലോ, ആർക്കും പങ്കെടുക്കാം. ഈ ബാലഗോകുലത്തിൽ CPM കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത് RSS-കാർ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം CPM-നെതിരെയും P. ജയരാജനെതിരെയുമാണ്. അതൊഴിവാക്കുന്നതിന് വേണ്ടി ഒരു സാംസ്കാരിക പരിപാടി ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. നികേഷ്, ഈ ബാലഗോകുലത്തിൻ്റെ കമ്മിറ്റി നിങ്ങൾ നോക്ക്. കേരളത്തിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പബ്ലിക് കമ്മിറ്റിയാണല്ലോ. ഈ പബ്ലിക് കമ്മിറ്റിയിൽ ശ്രീധരൻപിള്ളയോ V. മുരളീധരനോ ഒന്നും അല്ല നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ രാജഗോപാൽ പോലും അല്ല. കാരണം ഞങ്ങൾ പോകാം, ഒറ്റപ്പെട്ടിയിലെ പോയി ഇത് നേതൃത്വം കൊടുക്കുന്നത് BJP അല്ല. പിന്നെ RSS-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, RSS-നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചത് M. A. കൃഷ്ണൻ എന്ന് പറഞ്ഞ കേസിൽ ഞങ്ങൾ ആ ഒരു നിലക്ക് തുടക്കം കുറിച്ചതാണ്. അത് എല്ലാവരും പങ്കെടുക്കും. ഇത് പാടില്ല. ഞാൻ ചോട്ടെ പങ്കെടുക്കുന്ന ഈ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പറയാൻ സമ്മതിക്കൂ. നിങ്ങളുടെ പാർട്ടിയുടെ പ്രമേയം, അതായത് തെറ്റുപറ്റിപ്പോയി, തെറ്റുതിരുത്തൽ പ്രമേയം, ആ തെറ്റുതിരുത്തൽ പ്രമേയത്തിൽ മതപരമായ ആഘോഷങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് വിവാഹ ജീവിതത്തിൽ പോലും പാടില്ല. ഇത് പറഞ്ഞുകൊണ്ട് തെറ്റാണെന്നും തെറ്റ് തിരുത്തുമെന്നും പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത ആളുകൾ ഇന്ന് ഗതി കിട്ടാ പുല്ലും തിന്നും. ഈ ഗതികേടിലേക്ക് നിങ്ങൾ എത്തി. ഒരു പക്ഷേ കമ്മ്യൂണിസം ഇന്ത്യയിൽ അസ്തപ്രജ്ഞമാകാനുള്ള ഒരു കാരണം ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായിട്ട് നിന്നതാണ്. അത് തുറന്നു പറഞ്ഞുകൊണ്ട് അതിലേക്ക് വന്നാൽ മനസ്സിലാക്കാം. നമ്പൂതിരിപ്പാട് അതുകൊണ്ട് ഞാൻ പറയുന്നു, തരംതാണ നിലവാരത്തിലേക്ക് അതിൽ പങ്കാളിയാക്കുക എന്നുള്ളതാണ് CPM ഉദ്ദേശിക്കുന്നതെങ്കിലോ? ഉദാഹരണത്തിന് നമ്മളിപ്പോ ഏറ്റവും കണ്ടത് കൽബുർഗിയെ വെടിവെച്ചു കൊന്നതാണ്. സ്റ്റാലിന്റെ ഏകകക്ഷി സമ്പ്രദായം ശ്രീ പി എസ് ശ്രീധരൻപിള്ള പ്രൊഫസർ എം എം കൽബുർഗിയെ വെടിവെച്ചു കൊന്നതാരാണ്? ഗോവിന്ദ് പൻവാരെ, നരേന്ദ്ര ദബോൽക്കറെ, പുതിയ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ ചെറുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരു സാംസ്കാരിക പരിപാടിയിലൂടെ അതിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ വഴിമാറ്റുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ദൗത്യമായിരിക്കണ്ടേ? അല്ല, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥമാകുന്നത്. അവരുടെ കുടുംബങ്ങളിൽപ്പെട്ടവർ പോകരുതെന്ന് പറഞ്ഞിട്ട് പോകുന്നെങ്കിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല എന്നല്ലേ? ഈ ഗതികേട് എന്തുകൊണ്ടുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ഈ നേതാക്കന്മാരെ കൊണ്ടായ ഗതികേടല്ലേ? എന്തുകൊണ്ടാണ് ഒരു പക്ഷി രണ്ടാമത്തെ കക്ഷി 10ാം സ്ഥാനത്തേക്ക് വന്നില്ല? ഇന്ന് 10ാം സ്ഥാനത്താണ് ലോകസഭയിലുള്ളത്. ഞങ്ങളുടെ കാഴ്ചപ്പാട് രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾ ബാലഗോകുലം രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല, നവോത്ഥാനമാണ്. ആ നവോത്ഥാനം ബാലഗോകുലത്തിലേക്കും ആളുകൾ പോകുന്നതിനെ തടയുന്നതിന് വേണ്ടി മറ്റ് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരും. പ്രചരിപ്പിച്ചോളൂ നികേഷ്, അത് പ്രചരിപ്പിച്ചോളൂ. ആ പ്രചരിപ്പിക്കേണ്ടതിന് ഇപ്പൊ നാളെ BJP-യുടെ ഒരു റാലി വെക്കുന്നു, അതേ ദിവസം ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നു, അതേ സ്ഥലത്ത് അതേ സമയത്ത് CPM സംസ്ഥാന പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധമാണ്, അധാർമികമാണ്, ഗതികേട് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത്
ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കെ സുരേന്ദ്രൻ, CPM അടുത്തിടെ നടത്തിയ ജനകീയ ഇടപെടലുകൾ, സാമൂഹ്യ ഇടപെടലുകൾ, ഒന്ന് പച്ചക്കറി കൃഷി, വലിയ തോതിൽ വിജയമായിരുന്നു അത് എന്ന് സമ്മതിക്കേണ്ടി വരും. മാലിന്യ സംസ്കരണത്തിന് പാർട്ടി തുടക്കം കുറിച്ച ചില പരിപാടികൾ, അത് പാർട്ടി ഭരണത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കുന്നത്. സമാന വിധത്തിലാണ് ഈ സോഷ്യൽ ഇടപെടലുകൾ. നേരത്തെ പറഞ്ഞതുപോലെ രാജ്യമെങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാഷിസ്റ്റ് ആക്രമണങ്ങളുണ്ടല്ലോ, അതിനെതിരെ ഒരു പ്രതിരോധ മനസ്സ് സൃഷ്ടിച്ചെടുക്കുക. ഏതൊക്കെ മേഖലകളിലാണോ RSS കടന്നു കയറുന്നത്, ആ മേഖലകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പാർട്ടിക്ക് ചില പരിപാടികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം, അത് കോൺഗ്രസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് CPM-നും ഇടതുപക്ഷ കക്ഷികൾക്കും ഇടതുപക്ഷ സംഘടനകൾക്കും ചെയ്യുന്നത് ഇത്രയും വലിയ വിരോധം സൃഷ്ടിക്കേണ്ടതുണ്ടോ? നികേഷ്, ഇവിടെ കോൺഗ്രസിന് ഒരു വിരോധവും പറഞ്ഞിട്ടില്ലല്ലോ. പച്ചയായ ഒരു സത്യം തുറന്നു കാണിച്ചു എന്നല്ലാതെ ഇതിൻ്റെ അകത്ത് വിരോധത്തിൻ്റെ പ്രശ്നമില്ല. ജൈവ പച്ചക്കറിയുടെ വിഷയം പറയുമ്പോൾ കേരളത്തിൽ ജൈവ പച്ചക്കറിയുടെ സബ്ജക്റ്റ് ആദ്യമായി കൊണ്ടുവരുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ VM സുധീരനാണ്. അദ്ദേഹത്തിന്റെ ജനപക്ഷ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് വരെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യമാണ് ജൈവ പച്ചക്കറി. തുടർന്ന് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും അത് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ടാക്കി. അതുകൊണ്ട് CPM-ഉം ആ വിഷയത്തിലേക്ക് വന്നു. അവർ വളരെ ഭംഗിയായി വിജയകരമായ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പാർട്ടികളെല്ലാം അത് ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടുത്തെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയും ബാലസംഘവും ബാലഗോകുലവും നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എനിക്കൊരു വിഷയം അറിയാനുണ്ട്. ഇവിടെ നാളെ CPM നടത്തുന്ന ബാലസംഘത്തിന്റെ പേരിൽ നടത്തുന്ന ഈ ഘോഷയാത്ര ഉണ്ടല്ലോ, അത് ഓണാഘോഷ പരിപാടിയുടെ സമാപനമെന്നാണ് ജയരാജൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നാളെ ശ്രീകൃഷ്ണനെ അവർ നടത്തിക്കുമോ? CPM കുടുംബങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ ശ്രീകൃഷ്ണ വേഷം ധരിച്ച് അവർ പട്ടണങ്ങളിലൂടെ നീങ്ങുമോ എന്ന ഒരു ചോദ്യമുണ്ട്. രണ്ടാമത്തത്, അങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ആ ശ്രീകൃഷ്ണന്മാരുടെ നിറമെന്തായിരിക്കും? അത് ചുവന്നതായിരിക്കുമോ? ഇവിടെ ഗണേശോത്സവത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നടന്ന 2 ഘോഷയാത്രകൾ, ഒന്ന് ഗണപതി മഞ്ഞ ഗണപതി, BJP-യുടെ ഗണപതി പോയി. രണ്ടാമത് പോയ ഗണപതി ചുവന്ന ഗണപതിയാണ്, CPM-ന്റെ ഗണപതി. CPM-ന്റെ ഗണപതിയോടൊപ്പം ചെഗുവേരയുടെ ചിത്രവും കൊടിയും കയറ്റിയാണ് രണ്ടാമത്തെ ഘോഷയാത്ര പോയത്. അപ്പം നാളെ എങ്ങനെയായിരിക്കും ഈ പരിപാടി? ഓണാഘോഷത്തിന്റെ സമാപനമാണെങ്കിൽ പിന്നെ ശ്രീകൃഷ്ണൻ വേണ്ട, ശ്രീകൃഷ്ണന്റെ കൂടെ ചുവപ്പ് നിറം വേണ്ട, കുട്ടികളുടെ പരിപാടികൾ വേണ്ട. ഓണാഘോഷമാണെങ്കിൽ, അതല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ജയരാജനിൽ നിന്നൊരു മറുപടിയാണല്ലോ ശ്രീ കെ സുരേന്ദ്രൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്. ശ്രീ MV ജയരാജൻ അതിന് മറുപടി പറയുക. അല്ല, അതിലെ ഒരു കാര്യം ആദ്യം പറയുക. ഇന്നത്തെ മാതൃഭൂമിയിൽ വന്ന മുഖപ്രസംഗമാണ് ഞാനിവിടെ ഒരു വാചകം വായിക്കുന്നത്. ജൈവകൃഷിയുടെയും വിപണനത്തിൻ്റെയും CPM മാതൃക മറ്റ് കക്ഷികളും സംഘടനകളും പിന്തുടരേണ്ടതാണ്. ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ KPCC അധ്യക്ഷൻ പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്തതാണെങ്കിലും സുരേന്ദ്രനും സുരേന്ദ്രന്റെ പാർട്ടിക്കും നന്ദിയോടെ ഞങ്ങൾ പറയട്ടെ, അവർക്ക് കൂടി സഹകരിക്കാം. ഏതായാലും ജൈവ പച്ചക്കറിയായാലും മാലിന്യ ജൈവ പച്ചക്കറിയല്ല. ശ്രീ കെ സുരേന്ദ്രൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടാകുമോ ശ്രീ MV ജയരാജൻ? ശ്രീകൃഷ്ണനെ നടത്തിക്കുമോ നാളെ കണ്ണൂർ നഗരങ്ങളിലൂടെ? ശ്രീകൃഷ്ണന് ഉണ്ട് എങ്കിൽ ശ്രീകൃഷ്ണന്റെ നിറം എന്തായിരിക്കും? നീലയ്ക്ക് പകരം ചുമപ്പായിരിക്കുമോ? ഗണപതിയിൽ കാവി ഗണപതിയെയാണ് RSS പ്രൊജക്റ്റ് ചെയ്തത് എങ്കിൽ ചുമപ്പ് ഗണപതിയാണ് ഗണേശോത്സവത്തിലൂടെ CPM കൊണ്ടു നടന്നത്. കഴിഞ്ഞ ഗണേശോത്സവത്തിൽ ചെഗുവേരിയുടെ ചിത്രം ധരിച്ച വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ള ആൾ പോയിട്ടുണ്ട്. ഞാനൊരു ഭൗതികവാദിയാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ ജീവിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെല്ലാം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിശ്വാസികൾ ഒരുപാട് ഈ പാർട്ടിയോടൊപ്പം ഉണ്ട്. ഇന്ന നാളെയുള്ളത് ഘോഷയാത്രയിൽ സാംസ്കാരിക ജാതിയിൽ ആ കൽബുർഗിയെ കൊലപ്പെടുത്തിയ രാമസേനയുടെ ആളുടെ നിശ്ചല ദൃശ്യം ഉണ്ടാവും. ഗാന്ധിജി മുതൽ ശ്രീകൃഷ്ണൻ ഉണ്ടാകുമോ? RSS-നെ തുറന്നു കാട്ടും. അതുപോലെ ശ്രീനാരായണ ഗുരു ഉണ്ടാവും, ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ഉണ്ടാകുമോ? നവോത്ഥാന മൂല്യങ്ങൾ ഉണ്ടാവും. ഒപ്പം
ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ AKG കൃഷ്ണപിള്ള ഇതുപോലെയുള്ള അക്കാലത്ത് എല്ലാ മതവിശ്വാസികൾക്കും ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയവരുടെ നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ വിശ്വാസികൾക്ക് വിശ്വാസവും ആരാധനയും ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾ എന്തു മനസ്സിലാക്കുന്നു ശ്രീ MV ജയരാജൻ പറയുന്നതിൽ നിന്ന്? ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ ക്ഷേത്രം സംരക്ഷിച്ച മുൻകാല നേതാക്കളുടെ നിശ്ചല ദൃശ്യങ്ങൾ എന്ന് മാത്രമാണ് ശ്രീ MV ജയരാജൻ പറയുന്നത്. ശ്രീകൃഷ്ണൻ ഉണ്ടാവും എന്ന് പറയുന്നില്ല. സമരത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നതും മഹാത്മാഗാന്ധിജി അത്തരത്തിലുള്ള കാഴ്ചപ്പാട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ജയരാജ എന്താ നിങ്ങൾ എഴുതി വെച്ചെന്ന് ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. ഗണേശോത്സവത്തെ നിങ്ങൾ പറഞ്ഞ് ഹിന്ദു വർഗീയതയുടെ പ്രതീകമായിട്ട് പറഞ്ഞുകൊണ്ട് ആ ഗാന്ധിജിയെ പോലും ബാലഗംഗാധരനും പ്രതീകമായി അതിനുശേഷം വന്ന ആ മഹാരാഷ്ട്രയിൽ തുടങ്ങിയ ആ സംരംഭത്തെ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. അതാണ് ഞാൻ പറഞ്ഞ ഗതികേടിലെത്തിയിരിക്കുന്നു. വിവേകാനന്ദനെ ഒരു കാലം തള്ളിപ്പറഞ്ഞവർ, ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് ആത്മീയതയെ തള്ളിപ്പറഞ്ഞ 53 EMS എഴുതിയ 100ാം അതിൻ്റെ സെന്റിനറിയുടെ SNDP യോഗത്തിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഭൗതികതയിൽ അത് ആത്മീയതയിൽ പരാജയപ്പെട്ട ആളെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ പേറും ഗതികേട് കൊണ്ട്. കാരണം കാലിൻ്റെ അടിയിലെ മണ്ണ് പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഗതികേടിലെത്തിയോണ്ടാണ് ഇത്. ഇപ്പം പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയം ഞാൻ പറഞ്ഞല്ലോ, തെറ്റുതിരുത്തൽ പ്രമേയം അതിൻ്റെ ഹെഡിങ് നിങ്ങളുടെ വായിച്ചൊക്കെ ചിന്തയിലുണ്ട്. ആ തെറ്റുതിരുത്തൽ പ്രമേയത്തെ ഒന്നാമത്തെ കാര്യം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇത്തരം ആഘോഷങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്യില്ല എന്നാ. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് ഇപ്പം ഇവിടെ CPI-കാരനായ എൻ്റെ സുഹൃത്ത് ഈ ചർച്ച പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേശത്തെ ആലുവയിലെ ദേശത്തെ കാര്യം പറഞ്ഞില്ലേ, പെർമിഷൻ വാങ്ങണം മതാചാരം കല്യാണത്തിൽ പറഞ്ഞെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം നിങ്ങളുടെ തകർച്ചയുടെ ഗതികൾ. ഒരു പ്രസ്ഥാനം, ഒരു കേഡർ പ്രസ്ഥാനം ഇങ്ങനെ തകരാൻ പാടുണ്ടോ? അതുകൊണ്ട് അടി ഉണ്ടാക്കിക്കോളൂ, അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചോളൂ. പക്ഷെ ഞങ്ങൾ ആരും അക്രമത്തിലില്ല. സമാധാനപരമായി നിങ്ങളെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒറ്റപ്പെടുത്താൻ സാധിക്കും. ശ്രീധരൻപിള്ള പറയുന്നു കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് കണ്ട് വെപ്രാളപ്പെടുകയാണ് എന്ന്. ഈ പറയുന്ന രണ്ട് സിദ്ധാന്തങ്ങൾ തമ്മിൽ ഇത്രയേ വേർതിരിവുള്ളൂ എന്ന തോന്നൽ ആദ്യം ഉണ്ടാക്കിയത് OK വാസുവും അശോകനും പിണറായി വിജയനോടൊപ്പം കൈകോർത്ത് നിന്നപ്പോഴാണോ? യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ആളുകൾ RSSൽ നിന്ന് അല്ലെങ്കിൽ CPM-ൽ നിന്ന് RSSലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ പറഞ്ഞുകൂടാ. ഇത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയരാജൻ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇന്ന ജാതിയിലും ഇന്ന മതത്തിലൊന്നും ഇല്ല, എല്ലാ സ്ഥലത്തും അത് വ്യാപകമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മതങ്ങൾ തമ്മിലുള്ള സ്പാർദ്ധ, അല്ലെങ്കിൽ യുക്തിവാദികൾക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണം, ഇപ്പോൾ തസ്ലീമ നസ്രീനെതിരായിട്ടുള്ള വധഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ, അത് രാജ്യത്തെ എല്ലാ ഭാഗത്തും, രാജ്യത്തല്ല ലോകത്ത് തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന മതത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മതപരമായ ആചാരങ്ങൾ, ഇപ്പോൾ ഗണേശോത്സവത്തിൻ്റെ കാര്യത്തിൽ, ഈ ഗണേശോത്സവം എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാരാഷ്ട്രയിൽ തുടങ്ങി വെച്ചാണ്. ഗണപതി ഉത്സവവും ശിവാജി ഉത്സവവും പിന്നീട് ശിവസേനക്കാരെ ഏറ്റെടുത്തു, ഗണപതി ഉത്സവം RSSകാരെ ഏറ്റെടുത്തു. ഇത് വലിയ തോതിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇടയാക്കിയെന്ന് EMSൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ജയരാജൻ വായിച്ചു കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഘോഷം ഇവിടെ CPM-കാരെ ഏറ്റെടുക്കാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേറെയല്ലേ? അത് എന്താ ഇതിനൊക്കെ ഒരു ദാർശനികമായിട്ടുള്ള അല്ലെങ്കിൽ താത്വികമായിട്ടുള്ളൊരു വലിയ അപകടം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി അത്ര ഒരു സംഗതിയായിട്ട് എടുക്കേണ്ടതില്ല. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ആളുകൾക്ക് ഒരു വ്യക്തതയില്ല, പാർട്ടി നേതൃത്വത്തിന് വ്യക്തതയില്ല, അടികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തത ഉണ്ടാവേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മതപരമായ ചടങ്ങുകൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ സത്യം ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകരുത് CPM-കാരും എന്നൊരു ഉത്തരവ് ഇറക്കാൻ പാർട്ടിയിലെ ആളുകളുണ്ടാവില്ല. ആളുടെ ശബരിമലയ്ക്ക് പോകുന്നവരെ കൂടുതൽ. മുസ്ലിങ്ങൾ ആരും നോമ്പ് പിടിക്കാൻ പാടില്ല, മുസ്ലിം സഖാക്കൾ നോമ്പ് പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ഇരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യാനികൾ ആരും ക്രിസ്മസിന് കേക്ക് മുറിക്കരുത്, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ പിന്നെ മുദ്രാവാക്യം വിളിക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഭൗതികവാദികളായിരിക്കില്ല. ജയരാജനെ പോലെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ ആത്മാർത്ഥ ഭൗതികവാദി. ഇനി നേതാക്കന്മാർ തന്നെ, നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ ആയിരിക്കും. സഖാബ് EK നായനാർ എത്ര വലിയ നേതാവായിരുന്നു, 3 പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അയാളാണ്, ഇല്ലേ? പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ മൃതദേഹം പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ദഹിപ്പിച്ചു. ചിതാഭസ്മം കുടുംബാംഗങ്ങൾ കന്യാകുമാരിയിൽ കൊണ്ട് നിമജ്ജനം ചെയ്തു. സഖാവ് രാമേന്ദ്രൻപിള്ളയുടെ ഭാര്യ മരിച്ചപ്പോൾ രാമേന്ദ്രൻപിള്ള മകനും കൂടിയിട്ടാണ് ചിതാഭസ്മ ഹരിദ്വാറിൽ കൊണ്ട് നിമജ്ജനം ചെയ്തത്. എന്തിനാണ് ഹരിദ്വാറിൽ നിമജ്ജനം ചെയ്തത്? ആലുവപ്പുഴയിൽ നിമജ്ജനം ചെയ്ത പോരായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറ്, അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ രാമേന്ദ്രൻപിള്ളയ്ക്ക് ഭാര്യ ഒരുപക്ഷെ നിർബന്ധം പറഞ്ഞിട്ടുണ്ടാവും ഹരിദ്വാറിൽ തന്നെ ചേർന്ന്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്.
ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമുന്നത നേതാവ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഭാര്യ എല്ലാ വെള്ളിയാഴ്ചയും അഞ്ചുമന ക്ഷേത്രത്തിൽ വന്ന് ശത്രു സംഹാരം പുഷ്പാഞ്ജലി കഴിക്കായിരുന്നു. ആർക്കെതിരായിട്ടാന്ന് നമുക്കറിയില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഒരു സഖാവ് പോകാറുണ്ടാവും. അല്ല, ഞാൻ പോയില്ലെങ്കിലും ഞാൻ ആ അമ്പലത്തിൽ പോകാറില്ല. പക്ഷേ നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ പറഞ്ഞാണ് എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വന്ന് ശത്രു സംഹാരം പുഷ്പാഞ്ജലി കഴിക്കേണ്ടത്. പാർട്ടിക്കകത്തുള്ള ബിരുദന്മാരെ ഉദ്ദേശിച്ചാണോ RSSകാരെ ഉദ്ദേശിച്ചാണോ ഞങ്ങളെപ്പോലുള്ള CPIക്കാരെ ഉദ്ദേശിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പരിഹസിക്കാൻ വേണ്ടി പലതും പറയാം. അങ്ങനെയല്ല, ഇതൊക്കെ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. EMS നമ്പൂരിപ്പാട് എത്ര വലിയ ഭൗതികവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 4 മക്കളും കല്യാണം കഴിച്ച നമ്പൂരി സമുദായത്തിൽ നിന്നല്ലേ. ഇപ്പോൾ ശ്രീധരൻ നമ്പൂരി എന്നെ കല്യാണം കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ അവണംകോട് മനാന്ന് എറണാകുളം ജില്ലയിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ നമ്പൂരി ഇല്ലമാണ്. അവിടുത്തെ ഡോക്ടർ യമുനയാണ് കല്യാണം കഴിച്ചത്. എന്തുകൊണ്ട് നമ്പൂരിപ്പാടിൻ്റെ മകൻ ഒരു പട്ടികാധികാരി കല്യാണം കഴിച്ചില്ല എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായി പോകും, കറങ്ങിപ്പോവും ഇല്ലേ. 4 മക്കളും കല്യാണം കഴിച്ചാൽ വെറും നമ്പൂരിമാരല്ല, ഓത്തള്ള ആഢ്യന്മാരായിട്ടുള്ള നമ്പൂരി കുടുംബത്തിൽ ഇല്ലെന്നതാണ്. എന്തുകൊണ്ടാണ് സഖാവ് അങ്ങനെ ചെയ്തത്? ഇനി സഖാവ് EK ഇമ്പിച്ച് പാവം വായിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പള്ളിയിൽ കൊണ്ട് അടക്കിയത്? അദ്ദേഹത്തെ പൊതു ശ്മശാനത്തിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചാൽ പോരായിരുന്നു. അങ്ങനെയല്ല ചെയ്യണത്. ഇതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. മരിച്ചുപോയ ആൾക്കാരുടെ കുടുംബാംഗങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത്. നമുക്ക് സിദ്ധാന്തം പറയാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ പല പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ശ്രീ ജയരാജൻ, ഇപ്പോൾ എന്തായാലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. ഇനിയിപ്പോൾ നബിദിന ഘോഷയാത്ര നേരത്തെ അതിൽ പങ്കെടുക്കണം. മാർക്സിസ്റ്റുകാർ നബിദിന ഘോഷയാത്രയിൽ പങ്കെടുക്കണം, കുരിശിന്റെ വഴിയിലും പങ്കെടുക്കണം. അതൊക്കെ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി ഒറ്റപ്പെട്ടു പോകും, ജനങ്ങളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ ഒരു വീക്ഷണമുണ്ടോ? അല്ല, ഞാൻ നേരത്തെ അത് വ്യക്തമായി പറഞ്ഞു. ഞാൻ ഭൗതികവാദിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുപാട് പേർ, ഇവിടെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് പേർ വിശ്വാസികളാണ്. EMSന്റെ കാലത്ത് EMSനോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശ്വാസിയാണ്, പോയിട്ടുണ്ട്. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നായനാരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഭാര്യ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഇത് ആർക്കാ അറിയാത്തത്? കമ്മ്യൂണിസ്റ്റുകാർ മതവിരോധികളല്ല, കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസത്തിനെതിരല്ല. തെറ്റുതിരുത്തൽ രേഖയെന്ന് പറഞ്ഞ് ഇടക്കിടക്ക് നമ്മുടെ ശ്രീധരൻപിള്ള ശ്രോതാക്കളെ തെറ്റിദ്ധരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്നുള്ള നിലക്ക് ഭൗതികവാദ ജീവിതം നയിക്കുന്നു. ഞാൻ അങ്ങനെ നയിക്കുന്നതിന് പാർട്ടി എതിരല്ല. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടി കേഡർമാർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് പോകാൻ പാടില്ല എന്ന് കരുതി സാധാരണ പാർട്ടി സഖാക്കൾ, ഞങ്ങളെയൊക്കെ വീട്ടിലുള്ളവർ, അവരൊക്കെ ഇതാണെന്ന് ശ്രീധരൻപിള്ളയെ തെറ്റിദ്ധരിക്കണ്ട. ഒരുപാട് ആൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. വിശ്വാസത്തിന് ഞങ്ങൾ എതിരല്ല, മതത്തിന് ഞങ്ങൾ എതിരല്ല. എന്തിനാ ഞങ്ങൾ എതിര്? വർഗീയതക്ക് എതിരെന്ന് പറയാൻ കാരണം എന്താ? ജയശങ്കർ ശരിയായി ഇവിടെ ചൂണ്ടിക്കാണിച്ചു. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്, വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. മതത്തെയും വിശ്വാസത്തെയും അതിൻ്റെ പാട്ടിന് വിടുക. അതുകൊണ്ട് RSSും NDFും രണ്ടു കൂട്ടരും ഈ നാട്ടിൽ മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യും. അധികാരം പിടിച്ചെടുക്കാൻ ഈ ശ്രീകൃഷ്ണനെ അവർക്ക് വേണം, ശ്രീരാമനെ വേണം. എന്നിട്ട് രാമസേനയിലെ ആളെ കൊണ്ട് കൽബുർഗിയെ കൊല്ലിക്കണം. ഗാന്ധിജി മുതൽ കൽബുർഗി വരെ എത്തിയില്ലേ എൻ്റെ ശ്രീധരൻപിള്ള? ഫാസിസത്തിലേക്കുള്ള വഴിയല്ലേ ഇത്? ഇത് ഇനിയെങ്കിലും നിർത്തണ്ടേ? യഥാർത്ഥത്തിൽ രാമസേന സംഘപരിവാർ സംഘടനകളിൽ ഒന്നല്ലേ? ഒരാളെ പിടിച്ചില്ലേ? അപ്പോ ഇതുപോലെ മതത്തെ വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ചെയ്യുന്ന തെറ്റുകളെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി അവിടെ നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ എന്തിനാ ശ്രീകൃഷ്ണ ജയന്തിയിൽ ജയ് ജയ് RSS? എന്തിനാ RSSന്റെ കൊടി? എന്തിനാ? ശരി, ശ്രീ പി എസ് ശ്രീധരൻപിള്ള അവസാനിപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തിയിൽ ബാലഗോകുലം പരിപാടിയിൽ നിങ്ങൾ CPM വിരുദ്ധ മുദ്രാവാക്യങ്ങളും RSS അനുകൂല മുദ്രാവാക്യങ്ങളും ഒഴിവാക്കിയിരുന്നുവെങ്കിൽ CPMന് ഇപ്പോൾ ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സാംസ്കാരിക ഘോഷയാത്രാ പരിപാടി ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ചുരുക്കി ഇതെന്താ ഈ പറഞ്ഞൊരു അർത്ഥമുള്ള ഇവിടെ? എവിടെയാ മുദ്രാവാക്യം? ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഓരോ കാരണം പറയല്ലേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ശ്രീരാമസേന, ഞാൻ ജയരാജൻ കുറെ വായിക്കുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ധാരണ ഇപ്പോഴും അതാണ്. ശ്രീരാമസേനക്കാര് ഞങ്ങളുമായിട്ട് പുലബന്ധമുണ്ടോ? അദ്വാനി പങ്കെടുത്ത യോഗത്തിൽ പിന്നെ എന്താണ് പിന്നെ ശുദ്ധികലശം നടത്തിയിട്ട്
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും കാണിച്ചവരാ. ഞങ്ങളുടെ മുഖ്യ എതിരാളികളാ മുത്തലകയും മറ്റുള്ള ആൾക്കാരും. അതുകൊണ്ട് ശ്രീരാമസേന ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഈ നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊരു രാജ്യം ഹിന്ദുത്വമാണ് ഞങ്ങളുടെ അടിത്തറ. ഒരു സംശയവുമില്ല. ഈ നാടിൻ്റെ സംസ്കാരവും പൈതൃകം അതാണ്. ഇപ്പം നിങ്ങളും അത് അംഗീകരിക്കുകയാണ്. അംഗീകരിച്ചു വരൂ, നല്ലതാണ്. പക്ഷേ അക്രമം ഒഴിവാക്കിയിട്ട് വളരെ നന്ദി. ശ്രീ പി. എസ്. ശ്രീധരൻപിള്ള, ശ്രീ എം. വി. ജയരാജൻ, ശ്രീ കെ. സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ജയശങ്കർ മതഭരണകൂടമല്ല, തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നല്ല ഈ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക.